അപ്പൊ പുള്ളി എനിക്കിപ്പോ ഓർമ്മയുണ്ട്, ഈ നമ്മുടെ വിലായത്ത് ബുദ്ധയുമായി ബന്ധപ്പെട്ട് ഒരു ഒരു ഭീകരമായിട്ടുള്ള സീനുണ്ട് എന്റെ മനസ്സിൽ ഇന്നും. ജെയ്ക്സ് മ്യൂസിക് ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങൾ ഇപ്പൊ തന്നെ വായ ഒളിച്ച് നിൽക്കുന്ന, ഞാൻ ഭയങ്കര ഹൈപ്പ് പറയല്ല, ഒരു നൈറ്റ് സീക്വൻസ് ആണ്. അപ്പൊ ആ നൈറ്റ് സീക്വൻസിന് രാജു വന്ന് സീനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ നമ്മളെ ക്യാമറമാൻ എന്ന് പറയുന്നത് കാന്താരയുടെ ക്യാമറമാൻ. കാന്താര സിനിമ റിലീസ് ആവുന്നതിന് മുമ്പേ അതിന്റെ ട്രെയിലർ കണ്ടിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ ചൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് കാന്താര എത്ര ഹിറ്റ് ആവുന്നൊന്നും അറിഞ്ഞിട്ടില്ല. അരവിന്ദ്, വൺ ഓഫ് ദി ഫൈനസ്റ്റ് ക്യാമറമാൻ ഇൻ ദ കൺട്രി എന്ന് പറയാവുന്ന ഒരാള്. വലുതാണ്, അതായത് പുള്ളിയുടെ ക്യാൻവാസിങ് എല്ലാം വലുതാണ്. നമ്മൾ ആ സിനിമയെ അങ്ങനെ നമ്മൾ ആസ്വദിച്ചു പോകും. ഇൻസ്പയറിംഗ് ആയിരിക്കും നമ്മളെ എല്ലാ ലുക്കും. അപ്പൊ പുള്ളി രാജു ഒരു ഷോട്ട് പുള്ളി ഒരു ക്യാമറ വെച്ചൊരു ട്രോളിയിൽ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് രാജു വന്നിട്ട് ഒരു ലെൻസിന്റെ പേര് പറയുന്നു. ഈ ലെൻസ് ഇട്ട് എങ്ങനെ ഉണ്ടാവുന്നു. അപ്പം സത്യത്തിൽ ആ ലെൻസിനെ കുറിച്ച് ആ ക്യാമറമാൻ ചിന്തിച്ചിട്ട് പോലും. ബട്ട് ആ ലെൻസ് ഇട്ട് ഷൂട്ട് ചെയ്ത ഏരിയ ഞാൻ ഈ അടുത്ത് ഞങ്ങൾ കുറച്ച് എഡിറ്റ് ഭാഗങ്ങൾ കണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത്, നമ്മളൊരു സിനിമ എൻസൈക്ലോപീഡിയ അല്ലെങ്കിൽ ഇന്ന് മലയാള സിനിമയുടെ ഏറ്റവും മാറ്റത്തിന്റെ മുഖം എന്നൊക്കെ നിങ്ങൾ രാജുവിനെ വിളിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അഭിനയിക്കുന്നു, എന്നെ നന്നായി കാണിക്കണമെന്നുള്ള മാത്രമല്ല, ആ ക്യാരക്ടറിന് ആ ടെക്നിക്കൽ സ്പെക്ക് എത്രമാത്രം ചേരുന്നുള്ളത് അയാൾക്ക് ഈ ഞങ്ങളുടെ സിനിമയിൽ, ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ പോലും അയാൾ അവെയറാണ്. ഇപ്പം അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം, ആ ലൊക്കേഷൻ വിട്ടോ, എല്ലാരും ഇന്നും ഭയങ്കര സസ്പെൻസ്ഫുൾ ആയിട്ട് കാത്തു നിൽക്കുന്ന എമ്പുരാന്റെ ലൊക്കേഷനിൽ എനിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ രാജു എന്ന സംവിധായകനെ ആദ്യമായിട്ടാണ് സംവിധാനം ചെയ്യുന്നത് കാണാൻ പോകുന്നത്. അപ്പൊ ഞാനുള്ള സമയത്ത് മലയാളത്തിലെ 2 ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റും തമിഴിലൊരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സസ്പെൻസുകളാണ് ആർട്ടിസ്റ്റും ഇങ്ങനെ ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ്. ഞാൻ നോക്കുമ്പം പുള്ളി ഇപ്പുറം ഇരുന്ന് ഡയറക്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, നമ്മളെന്താ വിചാരിക്കുക, പൃഥ്വിരാജ് എല്ലാം സെറ്റ് ആക്കിയിട്ട് ഓക്കെ റെഡി അല്ലേ, ആക്ഷൻ പോട്ടെ, പുള്ളിക്ക് അറിയാം. പക്ഷെ പുള്ളി അങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, നമ്മളൊന്നും ജീവിതത്തിൽ വളരെ കുറച്ച് സിനിമ എക്സ്പീരിയൻസ് ഉള്ളവരും ഇത്രയും സ്പീഡിൽ ഇത്രയും പെർഫെക്ഷൻ ആയിട്ട്, അതായത് പുള്ളി ഒരു ട്രാക്കും ട്രോളിയുമാണ്. ആ ഷോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് ഞാൻ അങ്ങനെ പുള്ളിയുടെ നമുക്ക് പരിചയമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ മോണിറ്ററിന്റെ ബാക്കിൽ ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുക. അപ്പം ആ ആർട്ടിസ്റ്റിന്റെ എക്സ്പ്രഷൻ പുള്ളിക്ക് കിട്ടിയിട്ട് നമ്മൾ നോർമലി ആണെങ്കിൽ ഒരു ബഫർ ടൈം ഇടും. അതൊന്നുമില്ല, കട്ട്, ഓക്കെ, കഴിഞ്ഞ്, പരിപാടി കഴിഞ്ഞ്. ഞാൻ പറയുന്നത്, ഞാൻ അത് കഴിഞ്ഞ് ജയൻ നമ്പിയോട് വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ തന്നെയാണ് പുള്ളി ലൂസിഫറും ഡയറക്ട് ചെയ്ത് പ്രോഡാക്റ്റും ഡയറക്ട് ചെയ്ത്. കാരണം അതായത് സിനിമയുടെ എല്ലാ പ്ലാനും മനസ്സിൽ വെച്ചുകൊണ്ട്, എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെ തന്നെ. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത്, അപ്പുറം 50 സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ പണി ചെയ്യുന്നത്. ഇത് രണ്ടും കൂടി പുള്ളി ക്ലബ് ചെയ്യുന്ന ഒരു ഏരിയ